എല്ലാ ആശംസകളും നേരുന്നു. നോമിനേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം 2-3 വട്ടം പരിശോധിക്കണം. അക്ഷരത്തെറ്റ് പോലും വരാൻ പാടില്ല. പേര്, വിലാസം, വസ്തുക്കൾ, ആസ്തി, ബാധ്യതകളൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണം. വളരെ ചെറിയൊരു പെശക് മതി പത്രിക തള്ളിപ്പോവാൻ. കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കാരും എല്ലാം ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ സിദ്ധുവിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ല? ദേവികയെ ജയിപ്പിക്കാൻ നടക്കുന്ന ആളിന് പ്രഭാവതിയുടെ നോമിനേഷൻ തള്ളിപ്പോവാൻ സ്വാഭാവികമായിട്ടും ആഗ്രഹം കാണും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ ഞാൻ പ്രഭാവതിയോളം വളർന്നിട്ടില്ല. നോമിനേഷൻ തള്ളിച്ചും കള്ളവോട്ട് ചെയ്യിച്ചും കാലുവാരിയൊക്കെയുള്ള ജയമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മത്സരിച്ചുള്ള ജയ. അതിനെ മാത്രമേ ഞാൻ ജയമായിട്ട് അംഗീകരിക്കൂ. ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഇത്രയും നാളായിട്ടും താൻ എൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയില്ല. എന്നെയും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, താൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ് ദേവികയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ അംഗീകരിച്ചത്. അത് തന്നെ നമ്മുടെ വീട്ടിലൊരു MLA ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, നല്ലൊരു വ്യക്തി നിയമസഭയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു മത്സരത്തിന് ഇറങ്ങി കഴിയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാ ഇലക്ഷന്റെ പിന്നാലെ തന്നെ ഞാൻ നിന്നതും നിൽക്കുന്നതും. അത് കുടുംബം മറന്നിട്ടുള്ള രാഷ്ട്രീയമൊന്നുമല്ല. ആയിക്കോട്ടെ, പക്ഷേ ഒരാളുടെ മാത്രം കുത്തകയല്ല രാഷ്ട്രീയം. ഇനി മുതല് ഞാനും അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സിദ്ധു നിയമസഭാ ഗാലറിയിൽ ഉണ്ടാവണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ. ദേവിക തോക്കൊന്ന് പറയാൻ ഇത്രയും വളച്ചുകെട്ടൊന്നും വേണ്ട. താൻ അസംബ്ലി പ്രസംഗിക്കുന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ എന്താ ഒരു പക്ഷേ? ഞാൻ തോൽക്കുന്നാണോ? അല്ല, തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്ന് പറഞ്ഞതാണ്. നിയമസഭയിൽ ആര് സംസാരിക്കണമെന്ന് സമ്മതിദായകർ പറയും. സമ്മതിദായകർ തീരുമാനിച്ചു കഴിഞ്ഞു സിദ്ധു. രാമപുരത്ത് ഇത്തവണ KDF ആണെന്ന്. സിദ്ധു എന്തിനാ ചിരിച്ചത്? ഒന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. നോമിനേഷൻ കൊടുക്കുന്ന ദിവസമല്ലേ, ജയം മനസ്സിൽ കണ്ടു തന്നെ ഇറങ്ങിക്കോളൂ. അതെന്താ ഒരു ഔദാര്യം പോലൊക്കെ? ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഭർത്താവിന്റെ മകന്റെ ഒന്നും പിന്തുണ കാണില്ലായിരിക്കും, പക്ഷേ പൊതുജന പിന്തുണ പ്രഭാവതിക്കായിരിക്കും. എനിക്ക് പ്രചരണത്തിന് വീട്ടുകാർ വേണ്ട. എന്റെ പിള്ളേരുണ്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ. എന്റെ ഫോണിലേക്കുള്ള മെസ്സേജുകൾ നോക്കണം. അവരുടെ പ്രിയപ്പെട്ട പ്രഭാവതി മാഡത്തിനു വേണ്ടി വോട്ട് ചോദിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അവരുടെ ചെലവിൽ അവര് തന്നെയാകും പ്രചരണം നടത്തുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങളാ, നടക്കട്ടെ. ആദ്യം നോമിനേഷൻ കൊടുക്ക്, അത് കഴിഞ്ഞല്ലേ ബാക്കി. ഇന്ന് ഗിരിയും രജനിയും ഭാർഗവിയും ഒക്കെ പത്രിക കൊടുക്കുമ്പോ കൂടെ ഉണ്ടാവും. എന്റെ ഭർത്താവും അവിടെ വേണമെന്നാ എന്റെ ആഗ്രഹം. പിന്നെ അവിടെ വരുന്നത് VDFന്റെ ഇമേജിനെ ബാധിക്കുമെങ്കിലും വേണ്ട. പാർട്ടിയുടെ ഇമേജ് പ്രധാനം തന്നെയാ. പക്ഷേ ഇന്നെനിക്കൊരു ചരമവാർഷികത്തിൽ പങ്കെടുക്കണം. ഒരു പഴയ പരിചയക്കാരന്റെ ഓർമ്മ ദിവസമാണ്. ആളിനെ ചിലപ്പോ പ്രഭ അറിയും. ബലരാമൻ എന്ന പേര്. വേണ്ടപ്പെട്ടവരെ മറക്കുന്ന ആളല്ല പ്രഭാവതി. ബലരാമന്റെ ഓർമ്മ എന്നും മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ KDFന്റെ സ്ഥാനാർത്ഥിയാ. എന്നെ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാക്കിയ മുന്നണിയാണ് KDF. ഒരു തരത്തിലും അവർക്ക് ക്ഷീണം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസവും സമയമുണ്ടാവില്ല. ആയിക്കോട്ടെ, ബലരാമൻ എല്ലാം മനസ്സിലാവും. തനിക്കൂടെ വേണ്ടി ഞാൻ സംസാരിച്ചോളാം.